പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 24 അധ്യായം 13 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. ഇമ്മാവൂസിലോട്ട് പോയ ശിഷ്യർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോടൊപ്പം നടന്നു നീങ്ങുന്നു. അവർക്ക് വചനങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അവരുടെ ഹൃദയം ജ്വലിക്കുന്നുണ്ട്. അവർ യേശുവിനെ അനുഭവിക്കുന്നുണ്ട്. അവസാനം വൈകുന്നേരമാകുമ്പോൾ യേശു അവരിൽ നിന്ന് നടന്നു നീങ്ങാനായിട്ട് നോക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അവരോടൊപ്പം വരുവാനായിട്ട്. അങ്ങനെ ഭവനത്തിലോട്ട് യേശുവിനെ അവർ സ്വീകരിക്കുന്നു. യേശു അപ്പം മുറിച്ച് നൽകുന്നു. അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് യേശുവായിരുന്നു, അവരോടൊപ്പം ദൈവമായിരുന്നു അവരോടൊപ്പം നടക്കുകയും അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുകയും ചെയ്തതെന്ന്. നമ്മുടെ ജീവിതത്തിലും എത്രയോ പ്രാവശ്യം നമ്മൾ ദൈവത്തെ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ദുഃഖ സമയങ്ങളിൽ, സങ്കട സമയങ്ങളിൽ ദൈവം നമ്മോടൊപ്പം ഇരിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. പക്ഷെ നമ്മൾ എത്രമാത്രം യേശുവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്, അനുഭവിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥന ജീവിതം ആഴപ്പെടുത്താം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ദുഃഖസമയത്തും സന്തോഷ സമയത്തൊക്കെയും ദൈവം മറ്റുള്ളവരിലൂടെ നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സമയങ്ങളിൽ പതറാതെ തളരാതെ ദൈവത്തോടൊപ്പം നമ്മൾ ഒട്ടി നിന്നുകൊണ്ട് ദൈവത്തിൽ നിന്നും ആശ്വാസം നേടിയെടുക്കാം, യേശുവിനെ അനുഭവിക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളല്ലാതെ മാറുന്നതായിട്ട് നമ്മൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. കാരണം യേശുവിനെയാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ യേശുവിന് സ്ഥാനം നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യേശു പ്രവർത്തിക്കുവാനായിട്ട് നമ്മൾ അനുവദിച്ചാൽ അവിടുന്ന് നമ്മൾക്ക് നല്ലൊരു ജീവിതം, സന്തോഷവും സമാധാനം നിറഞ്ഞ ഒരു ജീവിതം നമ്മൾക്ക് നൽകുക തന്നെ ചെയ്യും. നമ്മുടെ മനോഭാവം അനുസരിച്ചിരിക്കും, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അനുസരിച്ചിരിക്കും. നമ്മുടെ ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് അതെടുക്കുന്നതെന്നുള്ളത്. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.